മാനന്തവാടിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് നേരത്തെ കർണാടക സർക്കാർ 15 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഇത് നൽകുന്നതിനെ ഇപ്പോൾ BJP എതിർക്കുന്നു എന്ന ഒരു സാഹചര്യം വയനാട് MP-യായ രാഹുൽ ഗാന്ധിയെ പ്രീണിപ്പിക്കാൻ കർണാടകയിലെ നികുതിദായകരുടെ പണം വഴിവിട്ട് ചെലവഴിക്കുകയാണെന്നാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്രയുടെ ആരോപണം. അനൂപ്, ഈ വാർത്തയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുകയും അതിലൂടെ അതിദാരുണമായ ഒരു സംഭവത്തിലൂടെ ജീവൻ നഷ്ടപ്പെടാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ മേലൂർ മഖ്നയുമായി ബന്ധപ്പെട്ട ദൗത്യത്തിൽ വളരെ കൃത്യമായി തുടക്കത്തിൽ കർണാടകയ്ക്ക് ഈ ഒരു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷം തുടർ നടപടിക്രമങ്ങളൊക്കെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർണാടകയുടെ കൂടുതലായുള്ള സാന്നിധ്യം അല്ലെങ്കിൽ സഹായം കേരള വനം വകുപ്പിന് ലഭിച്ചിട്ടുമുണ്ട്. കർണാടകയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ ലഭിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ആ ഒരു സഹായധനം എത്രയാണോ അതുതന്നെ ഈ അജീഷിന്റെ കുടുംബത്തിന് നൽകാനുള്ള ഒരു തീരുമാനത്തെ വളരെ മാതൃകാപരമായി തന്നെയാണ് കണ്ടത്. ഇവിടെയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു ആരോപണം ഇപ്പോൾ BJP ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ ഈശ്വർ ഖാന്ദ്രെ കർണാടക വനം മന്ത്രി നേരത്തെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അത് കേരളത്തിലെ ജനപ്രതിനിധികളുടെ പ്രത്യേകിച്ച് വയനാട്ടിലെ ജനപ്രതിനിധികളുടെയും അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെയും നിർദ്ദേശപ്രകാരം ഈ വിഷയത്തിലൊരു തീരുമാനമെടുക്കുന്നു. ബേലൂർ മഗ്ന കർണാടകയിൽ നിന്ന് പിടികൂടിയ വന്യമൃഗമാണ്. അതാണ് അതിർത്തി കടന്ന് കേരളത്തിലെത്തി ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായത്. അതിനാൽ ഈ നഷ്ടപരിഹാര തുക കർണാടകയിൽ ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന ഒരാൾക്ക് ഏത് വിധേനയാണോ സാമ്പത്തിക സഹായം നൽകുന്നത് ആ സാമ്പത്തിക സഹായം കേരളത്തിലെ ഈ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് നൽകാമെന്നൊരു തീരുമാനമായിരുന്നത്. ഏതായാലും അത് കർണാടക സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് BJP ഇത്തരത്തിലൊരു നിലപാടുമായി രംഗത്തെത്തിയത്. കേന്ദ്രം എങ്ങനെയാണോ ഇത്തരം വിഷയങ്ങളിൽ സംസ്ഥാനങ്ങളോട് നിലപാട് സ്വീകരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഏതായാലും കർണാടകയിലെ BJP നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ നിലപാട്. അവർ പറയുന്നത് ഇത് വഴിവിട്ട സാമ്പത്തിക ചെലവാണ് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ പൊതുവിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ ഈ വിഷയങ്ങളിൽ രൂപപ്പെടേണ്ട ഒരു ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഇത്തരത്തിലുള്ള തീരുമാനം. അത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സമ്മർദ്ദ ഫലമായി വന്നതാണ്. അതോടൊപ്പം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഈ വിഷയം ആവശ്യപ്പെടുകയുണ്ടായി കർണാടക സർക്കാരിനോട്. കർണാടക സർക്കാർ ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന വലിയ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്ന ഒരു എതിർ നിലപാട്, അതായത് ഈ പ്രശ്നങ്ങൾക്ക് തന്നെ അടിസ്ഥാനം കാര്യം ഈ ആന ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ റേഡിയോ കോൾ സിഗ്നലുകളൊന്നും യഥാവിധി കൈമാറാത്തതിൻ്റെ ദാരുണ ഫലം കൂടിയായിരുന്നു ഈ അജീഷിന്റെ മരണം. ഏതായാലും പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ബേലൂർ മഗ്ന അതിർത്തി കടന്ന് ഇവിടെ എത്തി അതിനെ പിന്തുടർന്ന് അതിർത്തി കടന്നു പോകാനുള്ള വനവകുപ്പ് ശ്രമങ്ങളെ കർണാടക തടയുന്നത് ഉൾപ്പെടെയുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് കർണാടകയും അക്കാര്യത്തിൽ മോശമല്ല. ഈ സംസ്ഥാന താല്പര്യങ്ങളുടെ ഏത് വിധത്തിൽ അവർ സഹകരിക്കുന്നു എന്നതിൽ അതിലും തർക്കങ്ങളും സംശയങ്ങളും എല്ലാം ഉണ്ട്. ഇതിനിടെയാണ് കർണാടകയിലെ BJP നേതൃത്വം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. ഏതായാലും പൊതുവിൽ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത്തരം വിഷയങ്ങളോട് സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് പ്രത്യേകിച്ച് വന്യമൃഗശല്യം പോലുള്ള അതിരൂക്ഷമായ മനുഷ്യനെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഈ വിഷയങ്ങളോട് ഏത് വിധത്തിലാണോ നിലപാട് സ്വീകരിക്കുന്നത് ഏതായാലും അതിൻ്റെ തന്നെ ഒരു പ്രതിഫലനമായി കർണാടകയുടെ ഈ ഒരു BJP നേതൃത്വത്തിന്റെ പ്രതികരണം. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഏതായാലും